ഗോഖേർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ ഫേമസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചെന്ന് വെച്ചാൽ ഗോഖേറിനൊപ്പം വന്ന് പെട്ടുപോകും. പക്ഷെ ഗോഖേറിനൊപ്പം വന്നിട്ട് ഓരോ ദിവസവും വളരെ എൻജോയ് ആയിരുന്നു. നമ്മൾ ഓരോ ദിവസം കാണുമ്പോൾ വിചാരിക്കും ഇന്നത്തേതാണ് ഏറ്റവും നല്ലതെന്ന്. പക്ഷെ അടുത്ത ദിവസം അതിനെക്കാട്ടും വലുതാണ് നമ്മൾ കാണുക. പ്രത്യേകിച്ച് സ്വിറ്റ്സർലാൻഡ്, പിന്നെ അവിടെയുള്ള ഗുഹ, സ്ലൊവേനിയയിലുള്ള ഗുഹ, പിന്നെ എല്ലാം കാഴ്ചയും വളരെ ഭംഗിയായിരുന്നു. പക്ഷെ ഗോഖേറിന്റെ ഈ ഒരു യൂറോപ്പ് യാത്ര അവർ പ്ലാൻ ചെയ്യുന്നത് പോലെ ഈ 10 ദിവസം പൂർത്തിയാകുമ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു അനുഭവമായി ഫീൽ ചെയ്തു. ഒരു പ്രത്യേകമായ കാരണം ഒരു മെറ്റിക്കുലസ് ആയ പ്ലാനിങ്, തുടക്കം മുതൽ അവസാനം വരെ വളരെ ഒരു ടീമിന്റെ കൂടെ നിന്നുകൊണ്ട് പ്ലാൻ ചെയ്യുന്ന ഒരു സിസ്റ്റം ഈ ഗോഖേറിനുണ്ട് എന്നുള്ള. വരുന്ന യാത്രക്കാരുടെ താല്പര്യത്തിനനുസരിച്ച്, അവരുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നതിൽ ഗോഖേർ വിജയിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പ്രത്യേകിച്ചും അക്കോമഡേഷൻ നന്നായി, നല്ല ഹോട്ടലുകളിൽ താമസം ഉറപ്പിക്കുന്നത്, മികച്ച ഭക്ഷണം ഒരുക്കുന്നത്, യാത്രാ സൗകര്യം ഏറ്റവും കൺവീനിയന്റ് ആക്കി മാറ്റുന്നത്, പുതുമകളോടുകൂടി യാത്രകൾ ക്രമീകരിക്കാനും ഒക്കെ അവർക്ക് കഴിയുന്നു എന്നുള്ളത് ഗോഖേറിന്റെ ഒരു വലിയ വിജയമാണ്. വന്നത് ഞങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് പല ഗ്രൂപ്പുകളുടെ കൂടെ. പക്ഷെ ഇത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. ജീവിതത്തിൽ ഒരിക്കലും കാണേണ്ടത് തന്നെയാണ് ഇത്. എന്താ പറയാ, ദൈവത്തിന്റെ സൃഷ്ടി ലോകത്തിൽ എവിടെയൊക്കെ പരന്നു കിടക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ എക്സ്പീരിയൻസ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനിയും ഒരു യാത്ര ഉണ്ടെങ്കിൽ ഞങ്ങൾ ഗോഖേറിന്റെ കൂടെ ആയിരിക്കും.